CPM-ൻ്റെ തെരഞ്ഞെടുപ്പ് മിഷണറി അവർ ഏത് തരത്തിൽ ചലിപ്പിക്കുമെന്നുള്ളതാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? CPM-ഉം ഒരുപക്ഷെ തുടർഭരണം തന്നെയായിരിക്കും ലക്ഷ്യമിടുന്നത്, മുഖ്യമന്ത്രി തന്നെയായിരിക്കും ക്യാപ്റ്റൻ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ കാര്യം ദേ വിൽ ഗോ ഓൾ ഔട്ട്, അതിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല. അവർ CPM-ൻ്റെ സംഘടനാ സംവിധാനവും സർക്കാരിനെതിരായിട്ടുള്ള കടുത്ത വെറുപ്പും തമ്മിലുള്ള മത്സരമാണ് അടുത്ത തെരഞ്ഞെടുപ്പെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ആര് വിജയിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുക. പക്ഷെ അത് പറയുമ്പം തന്നെ ഉള്ളിൽ ഒരുപാട് അന്തഛിദ്രങ്ങളുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നമ്മൾ കണ്ടു, ഒരു പൊട്ടൽ നമ്മൾ കണ്ടു. അതുപോലത്തെ പൊട്ടലുകൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. അടുത്ത കണ്ണൂരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ കടുത്ത റെസൻമെൻ്റ് ഉള്ള ഒരു പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. കാരണം ഇതിൻ്റെ അപ്പക്കഷ്ണം വീതിച്ച് കിട്ടുന്നവരല്ലാതെ എല്ലാവരും ഇതിൽ വളരെ അസന്തുഷ്ടരാണ്. മറ്റവർക്കും അറിയാം, ഈ അപ്പക്കഷ്ണം തിന്നുന്നവർക്കും അറിയാം ഈ പോകുന്ന പോക്ക് ശരിയല്ലെന്ന്. പക്ഷേ അവർക്ക് അതിൻ്റെ വീതം കിട്ടുന്നതുകൊണ്ട്, അവരുടെ സ്വാർത്ഥത കൊണ്ട് അതിൽ അഭിരമിച്ച് അവിടെ നിൽക്കുകയാണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അത് കിട്ടുന്നുമില്ല, ഈ പോക്ക് ശരിയുമല്ലെന്നുള്ളവർ എത്ര നാൾ ഈ പാർട്ടി എന്ന് പറഞ്ഞൊരു മതം പോലെ നിൽക്കും എന്നുള്ളൊരു കാര്യം അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഒരു തലമുറ മാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുകയും പാർട്ടി വീണ്ടും സജീവമായി ഇടതുപക്ഷത്ത് ഉറക്കുകയും ചെയ്യുമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്, അങ്ങനെ പ്രതീക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ റെസൻമെൻ്റ് എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിൽ മാത്രമല്ല, പാർട്ടിക്കുള്ളിലും അതിശക്തമായിട്ടുണ്ട്. അതായത് സുകുമാരൻ നായരോട് ജമാഅത്തിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുമ്പം അദ്ദേഹം പറയുന്നത് അവർക്ക് 25 MLA-മാരുണ്ടല്ലോ, അത് നേരത്തെ ഉണ്ടായിരുന്നു, ഇനിയും കിട്ടും. അതായത് ജമാഅത്ത് സമം മുസ്ലിം എന്നാണ് ഈ പറയുന്നത്, മനസ്സിലായി? അല്ലെങ്കിൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമുണ്ട്? ദേ ആർ സോ ഇൻസിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ അത് വെറുതെ പറഞ്ഞ് എന്തിനാന്ന് പറഞ്ഞാൽ അവരെ ചാരി ഒരു മുസ്ലിം ധ്രുവീകരണം, അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം കൊണ്ടുവരിക. അതുവഴി ഈ അദറിങ് എന്ന് പറയുന്നത് ഒരു വലിയ കലയാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്, ഒരു കൂട്ടരെ ചാരിക്കും. അതുകൊണ്ട് ഈ മലബാർ ഏരിയയിലെ രാഷ്ട്രീയം മുസ്ലിം ലീഗിൻ്റെ കീഴിലും UDF-ൻ്റെ കീഴിലും ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നു. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായെങ്കിൽ അത് അസംബ്ലിയിലും വരും എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇവരൊരു ബാക്കി എല്ലാവരെയും കൂടി ഒന്നിപ്പിക്കാമോ എന്നുള്ളൊരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടിത് പറയുന്നതാണ്. അല്ലാതെ ജമാഅത്തിന് കേരളത്തിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ CPM-ൻ്റെ ഒഫീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്നാണ്. ഇത് VS ഒക്കെ എല്ലാ കാലത്തും പുലർത്തിയിരുന്ന സമീപനം അതാണ്. അതുകൊണ്ടാണ് ഈ INL-ന് 27 വർഷം മുന്നണി കയറാൻ പറ്റാതിരുന്നത്. VS മൗനിയായതിനു ശേഷമാണ് അവരെ മുന്നണിയിലെടുക്കുന്നത്. അപ്പം ഇത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമൊന്നുമല്ല. ഇതൊരു 6 മാസം മുമ്പ് ഇതേ AK ബാലൻ പറഞ്ഞ എന്താണ്, UDF-ൻ്റെ കയ്യിലെ കീറസഞ്ചിയാണ് മുസ്ലിം ലീഗ് എന്നാണ് അവർ കോൺഗ്രസ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളവിടെ നിൽക്കുന്ന നഷ്ടമാണ്, ഇങ്ങോട്ട് പോരൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. EP ജയരാജൻ LDF കൺവീനറായിരുന്നപ്പോൾ ദൈനംദിനം അവർക്ക് ക്ഷണവും റെഡ് കാർപ്പറ്റുമായിരുന്നു. അപ്പോൾ എപ്പോഴാണ് ഇവർ വർഗീയ കക്ഷിയായത്? അതിനുശേഷമുള്ള എന്ത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വർഗീയ കക്ഷിയാണെന്ന് പറയുന്നത്? അവർ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ഉറപ്പിച്ചപ്പോഴുള്ള ഒരു മനംമാറ്റം മാത്രമാണ് ഇവർ. പക്ഷേ അവർ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വർഗീയ കക്ഷിയാണ്. തീവ്ര നിലപാടുകൾ എടുക്കാറില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർ തീർച്ചയായിട്ടും അവരുടെ പെർസ്പെക്റ്റീവ് ഒരു മതവിഭാഗത്തെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മതാധിഷ്ഠിത പാർട്ടിയാണ്, ഒരു വർഗീയ പാർട്ടിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ സംശയമില്ല. പക്ഷേ അതിനോട് പ്രതികരിക്കലല്ലല്ലോ ഇവിടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സമുദായ സംഘടനകളുണ്ട്, NSS പറയുന്ന കാര്യങ്ങളോട് നമുക്ക് പൂർണ്ണമായി യോജിപ്പുണ്ടാവില്ല. പക്ഷേ അവരവരുടെ കാര്യങ്ങൾ പറയുന്നു. അത് പൊതുസമൂഹത്തിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കാത്തിടത്തോളം കാലം നിങ്ങളവരെ കയറി അറ്റാക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല. അവരുടെ രാഷ്ട്രീയത്തെയൊക്കെ നിങ്ങൾക്ക് തുറന്ന് കാണിക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ മുസ്ലിം ലീഗ് ഒരു കാരണവശാലും ഇവിടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സമാധാന അന്തരീക്ഷം നിലനിർത്താനാണ് അതിലെ ഭൂരിപക്ഷം നേതാക്കന്മാരും ശ്രമിച്ചിട്ടുള്ളത്. എപ്പോഴും ആ ചിന്താധാരയ്ക്കാണ് അവിടെ മേൽക്കൈയുമുള്ളത്. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് LDF-ൻ്റെ നയമേ ആയിരുന്നില്ല.
അതിന് വിരുദ്ധമായി അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നവരാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം. അപ്പോൾ അവർ പറയുന്നത് മുഴുവൻ കാപട്യമാണ്. ഇലക്ഷന് ജയിക്കുക എന്നുള്ള ഒരു ഒറ്റ അജണ്ട അല്ലാതെ വേറെ ഒരു പൊളിറ്റിക്സും അവർക്കില്ല. അപ്പോൾ അതിനുവേണ്ടി മാറി മാറി തരതാരം പോലെ കള്ളം പറയുക. അപ്പോൾ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് ക്ഷണിച്ച പോലത്തെ കാപട്യമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ കടുത്ത തീവ്രവാദികളാക്കുകയും ജമാഅത്ത് എന്ന് പറയുന്ന സമം മുസ്ലിം ലീഗ് എന്ന് പറയുകയും UDF അധികാരത്തിൽ വന്ന ജമാഅത്തായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്ന് പറയുകയൊക്കെ ചെയ്യുക. നമുക്ക് അഞ്ചാം മന്ത്രി വിവാദമൊക്കെ ഉണ്ടായ കാര്യമൊക്കെ നമുക്ക് അഞ്ചാം മന്ത്രി വിവാദം എന്ന് പറയുന്നതിൻ്റെ അകത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് വാസ് ആസ്കിങ് ഫോർ എ ലാർജർ ഷെയർ. അപ്പോൾ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന സമുദായ സംഘടന ഉണ്ടായിരുന്നു. മനസ്സിലായോ? UDFൻ്റെ ഭരണകാലത്ത് എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത്, സമുദായ സംഘടന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് NSSന് ആ ബാർഗൈനിങ് LDF നടത്താൻ പ്രയാസമായതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും കാര്യത്തോടടുത്ത് വരുമ്പോൾ UDF വരുന്നതാണ് നല്ലതെന്ന് സുകുമാരൻ നായർക്ക് പോലും തോന്നും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അത് എന്തോ മെച്ചപ്പെട്ട സ്ഥിതി ആയതുകൊണ്ടല്ല. ഇവരെല്ലാം ശ്രമിക്കുന്നത് ഇവർക്ക് കൂടുതൽ ഷെയർ കിട്ടാനാണ്. ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങളന്ന് പിന്നോക്ക സമുദായ മുന്നണി ഉണ്ടാക്കിയത് ലീഗും കൂടെ ചേർന്നുണ്ടാക്കി, ലീഗ് എന്നെ പറ്റിച്ചു, അതിനുശേഷം അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ സാധനമൊന്നും എനിക്ക് തന്നില്ല, അവരെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് അദ്ദേഹം ഇപ്പോഴത്തെ മുഴുവൻ എതിർപ്പിനും കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പിന്നോക്കക്ഷേമ മുന്നണി ഉണ്ടാക്കി എന്താ, പിന്നോക്കങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയല്ല. ഇദ്ദേഹത്തിന് മറ്റേ അഡ്മിഷൻ നടത്തി അധ്യാപകരെ നിയമിച്ച് ഒക്കെ കളിക്കാൻ വേണ്ടി പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം പിന്നോക്കക്ഷേമം പറഞ്ഞത്. ഈ കാപട്യം തുറന്നു പറയുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരിടവേളയ്ക്ക് ശേഷം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. ED പിടിമുറുക്കിയിരിക്കുന്നു. കൂടുതൽ പരിശോധനകൾ വരുന്നു, റെയ്ഡുകൾ വരുന്നു. ബോർഡിൻ്റെ മുൻ അധ്യക്ഷന്മാരുടെ വീടുകളിലടക്കം റെയ്ഡും പരിശോധന നടക്കുന്നു. സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള കേസിൻ്റെ ഒരു ഭാവി അതെന്താകും എന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? ഞാനതിനെ വലിയ സംശയത്തോടു കൂടിയാണ് EDയുടെ അന്വേഷണത്തെ കാണുന്നത്. കാരണം EDയുടെ അന്വേഷണത്തിൻ്റെ ചട്ടങ്ങളൊക്കെ നമ്മൾ വായിച്ചത് തന്നെ ED അന്വേഷിക്കുന്ന കേസ് മറ്റ് ഏജൻസികൾ അന്വേഷിക്കരുത് എന്നാണ് പറയുന്നത്. ഇവിടെ കേരളത്തിൽ അന്വേഷിച്ച EDയും ഒക്കെ കൂടി അന്വേഷിച്ച കേസുകളെല്ലാം എന്തായി? ഇവരിതെല്ലാം ഫ്രീസറിൽ വെച്ചിരിക്കുക. ഇവരിതെല്ലാം എടുത്ത് ഫ്രീസറിൽ വെച്ചിരിക്കുക, മറ്റ് അന്വേഷണത്തെ മുഴുവൻ തടസ്സപ്പെടുത്തുകയും കൂടി ചെയ്യാം. ED ഇപ്പോൾ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താതെ ഇവരുടെ പണ കൈമാറ്റം എന്തെങ്കിലും വിദേശത്തുള്ളതിൽ മണി ലോണ്ടറിങ്ങിൻ്റെ സ്വഭാവം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ അങ്ങനെയല്ല ED അന്വേഷണം നടക്കുക. ഇവർ എൻ്റയർ ഫയലുകൾ അങ്ങ് കൈക്കലാക്കി ബാക്കി അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ്. നിയമത്തിൻ്റെ പിൻബലവും അതിനുണ്ട്. അതുകൊണ്ട് അതുവഴി കേരളത്തിൽ ആരംഭിച്ച എല്ലാ അന്വേഷണവും എടുത്ത് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഇവർ ബിരിയാണി ചെമ്പെന്തായി, ഖുറാൻ കടത്തി എന്തായി, കാരസ്കരത്തിൻ ഗുരു എന്തായി എന്നൊക്കെ ചോദിക്കുന്നത് പോലെ സ്വർണ്ണക്കൊള്ള എന്തായി എന്നും കൂടി ചോദിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഇതെന്താ ചെയ്യുക? ഇത് വെച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ബാർഗൈനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ച് LDF വീണ്ടും അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ BJP വളരാനുള്ള എല്ലാ മണ്ണും ഒരുങ്ങുക എന്നും കൂടിയാണ്. കാരണം കോൺഗ്രസ് ചിഹ്ന ഭിന്നമായി, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ ഇവർക്കൊരു വിൻ വിൻ സിറ്റുവേഷനുണ്ട്. അവിടെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, സെൻകുമാറിനെ പോലെ DGP ആയിരുന്ന ഒരു പോലീസ് മൈൻഡുള്ള ഒരാൾ, വൺസ് എ കോപ്പ് ഓൾവേസ് എ കോപ്പ് എന്ന് നമ്മൾ പറയും. അദ്ദേഹം ഇപ്പോഴും ഒരു പോലീസുകാരനാണ് ആ രീതിയിൽ. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതൊന്നും ചോദിക്കാത്ത കാര്യത്തിൽ പറയുകയാണ്. പിണറായി വിജയനും കുടുംബത്തിനും എതിരായിട്ടുള്ള കേസുകളുടെ ഭാവി അദ്ദേഹം പറയുന്നത് 2026 വരെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഞാൻ എഴുതി വെച്ചുതരാം. ഇത് പറഞ്ഞെത്ര 4-5 വർഷം മുമ്പ്. എന്താണ് അതിൻ്റെ അർത്ഥം? 2026 തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ ഈ കാര്യത്തിൽ ഒന്നും നടക്കില്ല എന്ന് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിനുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.